പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ അവസാന സെമസ്റ്റർ റിസൾട്ട് വന്നു. സെമസ്റ്റർ റിസൾട്ട് വന്നതിന് ശേഷം എല്ലാ സെമസ്റ്ററിനെയും കൂടി CGPA നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ? CGPA കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെൻറ്റേജ് കാണാൻ വളരെ ഈസിയാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചോദിച്ചു, എൻ്റെ ഓവറാൾ ഗ്രേഡ് എന്ത്? ഓവറാൾ ഗ്രേഡ് എന്താണ്, അത് എന്ത് ക്ലാസ് ആണ് എനിക്കുള്ളത് എന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 95% മുകളിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ 9.5നും 10.10നും ഇടയിൽ നിങ്ങളുടെ CGPA ഉണ്ടെങ്കിൽ O ഗ്രേഡ് ആണ് നിങ്ങളുടെ ഇത് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ്. 85%-നും 95%-നും ഇടയിലുണ്ട് എന്ന് പറഞ്ഞാൽ 8.5നും 9.49നും ഇടയിൽ CGPA ഉണ്ടെങ്കിൽ A+ ആണ് നിങ്ങളുടെ ഓവറാൾ ഗ്രേഡ്. 75നും 85നും ഇടയിലാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് എന്ന് കരുതുക. അങ്ങനെയാണ് നിങ്ങളുടെ ഗ്രേഡ് A ഗ്രേഡ് ആണ്. നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 7.5നും 8.49നും ഇടയിലാണ്. ഈ 3 കാറ്റഗറി വിദ്യാർത്ഥികൾക്കും O ഗ്രേഡും A+ഉം A ഉള്ള വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണ്. ഓക്കെ, ഇനി 65നും 75നും ഇടയിലാണെങ്കിൽ B+ ആണ് നിങ്ങളുടെ ഓവറാൾ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 6.5നും 7.49നും ഇടയിലായിരിക്കും നിങ്ങളുടെ CGPA. അതുപോലെ 55നും 65നും ഇടയിൽ നിങ്ങളുടെ ശതമാനമെങ്കിൽ B ഗ്രേഡ് ആണ് ഓവറാൾ ഗ്രേഡ്. 5.5നും 6.49നും ഇടയിലായിരിക്കും. ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ രണ്ട് കാറ്റഗറി B+ഉം B കിട്ടിയാൽ ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ 45നും 55നും ഇടയിലാണെങ്കിൽ C ഗ്രേഡ് ആണ്. 4.5നും 5.49നും ഇടയിലാണ് നിങ്ങളുടെ CGPA. അത് സെക്കൻഡ് ക്ലാസ് ആണ്. 35നും 45നും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് P ഗ്രേഡ് ആയിരിക്കും ഓവറാൾ. 3.5നും 4.49നും ഇടയിലായിരിക്കും നിങ്ങളുടെ CGPA. തേർഡ് ക്ലാസ് ആയിരിക്കും. അതിന് അടിയിൽ ഉണ്ടെങ്കിൽ ഫെയിൽഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.